തുണിയെല്ലാം കഴുകിയിടടാ. ഈ ചെരുപ്പിനെന്തോ കുഴപ്പം? ചപ്പലല്ലേ? അങ്ങനെ ഞങ്ങൾ മുട്ട കൊടുക്കാനായി പോവുകയാണ്. കുടിയൊക്കെ കഴിഞ്ഞ് മുട്ട കാണിച്ചു തരാം. കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. അച്ചാച്ചയും കിച്ചയും കൂടെ കൊല്ലത്ത് പോയി. എന്തിനാ പോയതെന്ന് വെച്ചാൽ കൊല്ലത്ത് ഹണിച്ചേച്ചിയുടെ വീട്ടിൽ പോയതാണ്. ഹണിച്ചേച്ചിയുടെ വീട്ടിൽ അതായത് സംഭവം എന്താ വെച്ചാൽ കുട്ടുവാവ എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നു പകലും രാത്രിയും. കുട്ടുവാവയുടെ ഓർമ്മകൾ എന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ നബിയെ സോനയും കൊടുക്കുകയാണ്, നന്നായി നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൊടുക്കും, ബ്രീഡേഴ്സിന് കൊടുക്കൂലെന്ന്. അങ്ങനെ വിളിച്ചൊരു ചേച്ചിയാണ് ഹണി ചേച്ചി. നോക്കിയപ്പോൾ കൊള്ളാം, ചേച്ചി നോക്കിക്കോളും, ചേച്ചിക്ക് പെണ്ണിനെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ സോനയെ കൊടുത്തു. എബിയെ മിക്കവാറും കണ്ണന് പകരം ഉഷയമ്മയ്ക്ക് കൊടുക്കും. ഒന്ന് ലൂക്ക ഭയങ്കരമായിട്ട് അവരെ ഉപദ്രവിക്കുന്നു. ഒരു പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാകത്തില്ലല്ലോ, ലൂക്കയ്ക്കും ഇതുപോലെ നമ്മുടെ എന്താ പറയുന്നത്, ലൂക്കയ്ക്ക് കാണുമായിരിക്കും ബുദ്ധിമുട്ട് ഇതുപോലെ നമ്മുടെ ജാക്കി പോയതിൻ്റെ. എനിക്ക് കുട്ടുവാവ രാവും പകലും കുട്ടുവാവ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തീരുമാനിച്ചു വേണ്ട. അതിലൊന്നൊരാൾ സ്നേഹത്തോടെ തന്നതും മറ്റേതിനെ ഞാൻ അവരുടെ നിന്ന് തന്നെ കാശ് കൊടുത്ത് മേടിച്ചതും കൂടിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അങ്ങ് ഇതായതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പകൽ സമയത്ത് സീതത്തോട് വഴി വരുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ സെൽഫി സ്റ്റിക്കിലാണ് ഞാൻ കുറേ ബുദ്ധിമുട്ടി. ഞാൻ നമ്മുടെ പുതിയ പാലം അമ്പ ഇന്ന് പവന് 2000 രൂപ കൂടിയല്ലേ കളി. ഒരു റോഡ് അങ്ങനെ, ഒരു റോഡ് ഇങ്ങനെ. ഇതിൻ്റെ പണി തീരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നടക്കും. അവിടെ വേണ്ട, ഇതിലോട്ട് വെയിറ്റ് കൂടുതല, ചിലപ്പോൾ പടക്കോന്നും പറഞ്ഞു പോട്ടു. ഒരു 10-15 ദിവസം ഞാൻ മാറി നിന്ന്, ഒരു 10-20 അല്ല ഒരു 10-30 ദിവസം മാറി നിന്നപ്പോഴത്തേക്ക് നാടാകെ മാറി, കടയാകെ മാറി, ആൾക്കാരാകെ മാറി. ഇതല്ല എൻ്റെ സീതത്തോട് ഇങ്ങനെയല്ല, മൊത്തത്തിൽ മാറി കേട്ടാ. പുതിയ പുതിയ കുറേ കടകൾ. അത് പച്ചയാ, ഇത് പഴുത്തയാ, ഇത് പഴുത്തയാ. വഴിയിൽ നിന്ന് കിട്ടുന്ന എൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് കാണത്തില്ല കൈസ്. മാങ്ങ അതെല്ലാം പഴുത്ത മാങ്ങ റോഡിൽ കിടക്കുന്നു. മൂന്ന് മാങ്ങ കിട്ടി കൈസ്. അങ്ങനെ നമ്മൾ ചിക്കാറുണ്ട്. നല്ല പരിപ്പോടയുടെ മണം. കുമ്പളപ്പൂ മുല്ലപ്പൂ കിട്ടുവാണ്. മുല്ലപ്പൂ വേണം.
ഇതൊക്കെ വീട്ടിൽ നിന്ന് എണ്ണി കൊണ്ടുവരണ്ടേ, കുടഞ്ഞങ്ങോട്ട് ഇടണം. ഉച്ച വരുന്നേ അങ്ങനെ ചെയ്തേനെ. നിങ്ങളെല്ലാവരും എൻ്റെ വി ബോർഡ് കൊണ്ടുള്ള വീട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ദേ നമ്മുടെ പുതിയ വീട്, അല്ല പഴയ വീട് തന്നെ, പക്ഷെ നമ്മൾ അതിനെ ഒന്ന് പുതുക്കി പച്ച വീടാക്കി കളഞ്ഞു. ഇതാണ് നമ്മുടെ പച്ച നിറമുള്ള നമ്മുടെ പച്ച വീട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ട്. കുറച്ച് സന്ധ്യയായി വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് വോയിസ് കേൾക്കാമല്ലോ, കേട്ടോണേ. എപ്പോഴും കാറ്റടിക്കുമ്പോൾ നമുക്ക് ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. പിന്നെ ദാ ഒരെണ്ണം. പിന്നെ ഇത് ഈ കിളികള് ഇത് സോളാറാട്ടോ. രാത്രികാലങ്ങളിൽ മാത്രമേ ഇതിങ്ങനെ കത്തുള്ളൂ. അത് മാത്രമല്ല ഇവിടെ ഉണ്ട്, ഇതും ബട്ടർഫ്ലൈ സോളാർ തന്നെയാണ്. രാത്രികാലങ്ങളിൽ മാത്രമേ കത്തുള്ളൂ. ഇത് പിന്നെ നമ്മുടെ ജിങ്കിനമണി. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ പച്ച വീട് ഇതാ ഇങ്ങനെ കാണാം. ഞാനെങ്ങും പോകുന്നില്ല, ഞാനും ഇരുട്ടായതുകൊണ്ട് എങ്ങനെയാണ് എന്നെനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ വീട് കണ്ടാൽ ദാ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഒരുപാട് ചൂട് കുറഞ്ഞു കേട്ടോ, നന്നായിട്ട് ചൂട് കുറഞ്ഞു. മിക്കവാറും ഈ വീഡിയോ ഞാൻ നാളെ ഒന്നുകൂടെ എടുക്കേണ്ടി വരും. നമ്മുടെ കൂടെയുള്ള കുട്ടികൾ ചായയൊക്കെ കുടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്. വീട്ടിലത്തെ ലൈറ്റ് ഇട്ടാരോ? തെളിച്ചുണ്ടാവും. വലിയ തെളിച്ചൊന്നുമില്ല. ഇത് പച്ച നിറം ഒന്നുകൂടെ കാണുന്നുണ്ടോ? നല്ല പച്ചയായിട്ട് കാണും. പിന്നെ ഒരു ചെറിയ തെളിച്ചുണ്ട്. പക്ഷെ ആ ലൈറ്റ് കുഴപ്പമില്ല കേട്ടോ, ബാക്കിയുള്ള ലൈറ്റുകൾ കാണൂല. ഇട്ടോ വെച്ചത് അല്ലേ, ഇട്ടാന്ന് തെളിഞ്ഞു കാണും. ഇട്ടോ വെച്ച് ഈ വീടിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പച്ച വന്നേ പിന്നെ ഈ പച്ച മാറ്റം ഒട്ടിച്ചേ പിന്നെ നല്ലോണം ചൂട് കുറവുണ്ട് കേട്ടോ. ചൂട് നല്ലോണം കുറവുണ്ട്.
അപ്പോൾ നമുക്ക് വീടിനകത്തേക്ക് പോവാം. വീടിനകമൊക്കെ പഴയ പോലെ തന്നെയാണ്, പിന്നെ ഒരു രസം. ബാക്കിയാ നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. ഒരു പച്ച നിറത്തിൽ ഇപ്പം ഇരുട്ടുള്ള പച്ച, നാളെ നല്ല തെളിച്ചമുള്ള പച്ച. ഓക്കേ. അയ്യോ എൻ്റെ ഡോറ് വലതുകാലം വെച്ച് കയറുക. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ അണ്ണാണി ഇപ്പോൾ നമുക്ക് കുറേ കശുവണ്ടി കൊണ്ടിരുന്നതായിരിക്കും, പറങ്ങാണ്ടി. ഈ പറങ്ങാണ്ടിയൊക്കെ നമ്മളിങ്ങനെ ചുട്ട് തല്ലി അതിനെ എടുത്ത് കഴിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു, അങ്ങനെ വെറുതെ ഇരിക്കുന്നു, രസിക്കുന്നു, ഒരു സന്തോഷം. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിനകത്തേക്ക് പോവാം. നീ എന്താ ഇരിക്കുന്നത്? എൻ്റെ പച്ച വീടിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഇനി വാ, കാണിച്ചോട് പച്ച പച്ച കാണിച്ചോട് കുഞ്ഞാ. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്ത് എന്ത് കുറവുണ്ടെങ്കിലും അത് ശരിക്കും കുറവ് തന്നെയാണ്. പെട്ടെന്ന് എന്തിനാ നീ അങ്ങ് തുറന്നു തുറക്കണേ. ആരും പൊട്ടില്ലല്ലേ, ഞാൻ തന്നെ പൊട്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഗൈസ്. ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീടുകൾ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ മേശയിൽ കുറച്ച് പുല്ല് ചവിട്ടുന്ന മെത്ത അതെവിടെയോ കൊണ്ടുവച്ചു. പുൽമെത്ത, നമ്മൾ കിടക്കുന്ന മെത്ത, എൻ്റെ ഒരുക്ക സാധനങ്ങൾ, അതെ എൻ്റെ ഒരുക്ക സാധനങ്ങൾ, എൻ്റെ പാവമോൾ, പിന്നെ എൻ്റെ കുറേ കിടുതാപ്പുകൾ. കിടുവിനെ കാണിച്ചു കൊടുക്കും ഞാൻ, കണ്ടാ ചിരിച്ചോണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഒരു വീഡിയോയ്ക്കുള്ളതില്ല. ഞാൻ എത്ര വലിച്ചു നീട്ടിയാലും ഇതിനി ഒരു വീഡിയോയ്ക്കുള്ളതില്ല. എങ്കിലും നമ്മൾ അടുക്കള കാണിച്ചു. അടുക്കള പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, കാരണം തീറ്റയും കുടിയൊക്കെ താഴെയാണ്. അയ്യോ, ഇത് ലൈറ്റ് എടുത്തിട്ട് എനിക്ക് കുറച്ച് സാധനം ഇതൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞല്ലേ, പിന്നെ ഇനി ഇവിടുത്തെ എടുക്കല്ലേ, എൻ്റെ എടുപ്പാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. ഈ കിച്ചണിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല കണ്ടോ. ഇവിടെ ഒരു പാത്രം, പിന്നെ ചായ വെക്കുന്ന ഒരു പാത്രം, അത്രയും മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ നമ്മളൊന്നും ഭക്ഷണം വെക്കുന്നില്ലല്ലോ. ഏടാ അടുത്തൊക്കെ പൊക്കാവോ? എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നത് ചിഹ്നമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അറിയണേ പുറത്ത് ചിന്നമ്മേ ജാനു രണ്ടു പോ. അപ്പൊ ഈ അടുക്കളയിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ചായ ഇടാനൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പലരും ചോദിക്കും മിഠായിടാ, പലരും ചോദിക്കും ഇതൊക്കെ ഇട്ട വീഡിയോ അല്ലേ, പിന്നെ എന്തിനാ ഇടുന്നതെന്ന്. ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാലും എത്രയോ സിനിമയ്ക്ക് പാർട്ട് 2 ഉണ്ട്, എത്ര സിനിമയ്ക്ക് പാർട്ട് 2 ഉണ്ട്. അതുപോലെ ഇനി പാർട്ട് 3 വരാൻ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ നീ എവിടെ പോവാ? ഇങ്ങോട്ട് വരുമോ? അല്ല, ഇത് കാണിച്ചതാണ്. പിന്നെ ഇതിനകത്ത് എന്തോ പിന്നെ കാണിക്കാനുള്ളത്? ഇത് പിന്നെ ടോയ്ലറ്റ് തുറന്ന് കാണിക്കുന്നത്. അപ്പൊ പലരും പറയുന്നുണ്ടായിരുന്നു കിച്ചണിന്റെ അടുത്ത് ടോയ്ലറ്റ് വന്നിട്ട് കാര്യമില്ലെന്ന്. ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ട് ഇതിന് മാറി കിടന്നൊന്നും അടുത്ത് കിടന്നൊന്നും കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇത് സിംഗിൾ യൂസ് ആയിരുന്നു, എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്രതീക്ഷിതമായിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. നീ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുക. ഇല്ല അടുത്ത് പറ, ഞാൻ ഇങ്ങോട്ട് പുറകോട്ട് വരണ്ടേ, അല്ലാണ്ട് അവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ നീ വരുന്നനുസരിച്ച്? എന്നാ എന്നെ നോക്കി നിൽക്കേ. ചമ്മേ കളിയാക്കാനല്ല പറഞ്ഞു. അന്നേരം നമ്മള് എന്താ പറഞ്ഞ കുഞ്ഞാ, ഞാൻ ഇത് ശരിക്കും പറഞ്ഞ തിന്നുന്നൊന്നും അല്ല പറഞ്ഞോണ്ട് പോണവിടുന്ന്. ഇത് സിംഗിൾ യൂസ് ആയിരുന്നു, എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സംഭവമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സിംഗിൾ ആയിരുന്നു ഞാൻ ഡബിൾ ആയത്, മിങ്കിളായത്. അപ്പോൾ പിന്നെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും സുഖസുന്ദരമായി സന്തോഷമായി, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അങ്ങനെ ഇന്ന് കണ്ണാപ്പി മേടിച്ച ഫാനാണിത്.
ഇതിന്റെ ഏതോ ഒരു പീസ് കൊണ്ട് കളഞ്ഞു. കണ്ടുപിടിച്ചോ? അത് കിട്ടി. അതൊക്കെ കിട്ടി. എത്ര 2 വർഷം ഗ്യാരണ്ടി ഉണ്ടെന്നൊക്കെയാണ് ഈ കണ്ണാടി പറയുന്നത്. എനിക്ക് ആവശ്യമില്ല. ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ വീഡിയോ മാത്രം. ഇത് കണ്ടോ? ഇതാണ് മറ്റേ എന്താണ് ഡസ്റ്റ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ആ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. കുറച്ചും കൂടെ തള്ളി എന്നാലേ ഇത് കാണുള്ളൂ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ഓൺലൈനിൽ ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. ഇത് അത് പൊളിച്ചെടുത്ത് അല്ല, ഇത് ചെറിയ പൈസയേ ഉള്ളൂ. ഇതുണ്ടോ? ഇതിനെ ഇങ്ങനെ വലിച്ച് നമുക്കത് അളവിനനുസരിച്ച് മുറിച്ചെടുത്തിട്ട് അതായത് ഇങ്ങനെ കയറ്റി വെക്കാവുന്നു. പൊളിഞ്ഞു പൊളിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കയറ്റി വെക്കാവുന്നു. അത്രയ്ക്ക് അഹങ്കാരമായോ? എന്റെ സങ്കല്പത്തിൽ ഇത് ഇത്രയ്ക്ക് കണ്ണാ ചമ്മി കണ്ണാ. ഞാൻ അതാക്കാൻ കഴിയൂ. ഇത് വെച്ച നേരക്കണ്ണനാണോ? അപ്പൊ തെറ്റാ. അപ്പൊ ഒരു കാര്യമാണ്, നമ്മളിത് വീട്ടിൽ മേടിക്കുമ്പോ ഇങ്ങനെ വെക്കുമ്പോ നമുക്ക് വെക്കാൻ പറ്റത്തില്ലെങ്കിൽ കണ്ണാപ്പിയെ അതുപോലെ ആരോഗ്യമുള്ള ആരെയെല്ലാം വിളിച്ചിട്ട് വെക്കുക. എന്നിട്ട് വെക്കണോ? ഇല്ല, ഞാൻ വേറെ വെച്ച് കാണിക്കും. കുഞ്ഞോട്ട് ആവില്ല. ഇത് ഞാൻ വെക്കും. ഇത് നോക്കുക, ഇങ്ങനെ എടുക്കുക. ഇതിങ്ങനെ റോളായിട്ട് വരും. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഡോറിന്റെ സൈസിന് എടുക്കുക, കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഇങ്ങനെ എന്നിട്ട് ഇത് ഇങ്ങനെ കയറ്റി വെക്കുക. ഇനി ഡോർ അടച്ച് കഴിഞ്ഞാൽ നമ്മുടെ AC പുറത്ത് പോകൂല, പൊടിയകത്ത് കയറൂല, ആരും അകത്ത് കയറൂല. അവിടെ എനിക്കൊന്ന് പാളിയെങ്കിലും ഇവിടെ എനിക്ക് പാളിയില്ല. അവിടെ എനിക്കൊന്ന് പാളിയായിരുന്നു. വേറെ കാര്യം. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ രാവിലെ ഞാൻ സൂര്യപ്രകാശവും എന്റെ പച്ചവീടും എല്ലാം കൂടെ കാണിക്കാം. എത്ര ദിവസമാണെന്നറിയാം ഈ പച്ച മാറ്റടിച്ചിട്ട്. എനിക്കാണെങ്കിൽ അത് വൃത്തിയാക്കിയിട്ടത് കാണിക്കാന്ന് വിചാരിച്ച അതൊട്ട് നടക്കുന്നുമില്ല. അമ്മു വന്നപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മു പച്ചവീട് കാണിക്കല്ലേ, പച്ചവീടിന്റെ മൊത്ത പരിപാടി കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിശ്ചാരമായിട്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അണ്ണാണിയും കൂടെ ഇപ്പോൾ മുട്ട കൊടുക്കാൻ പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ചേർത്ത് ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് ആക്കിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോസിറ്റിവിറ്റി അല്ലേ, പോസിറ്റീവ്. അണ്ണാണി പറങ്ങണ്ടി കൊണ്ടിപ്പോൾ വരും, കശുവണ്ടിയും കൊണ്ടിപ്പോൾ വരും. നമ്മൾ എന്നിട്ട് ചുടുന്നു, കണ്ണനെ കൊണ്ട് തല്ലിക്കുന്നു, നമ്മൾ എന്നിട്ട് തിന്നുന്നു. കശുവണ്ടി ഇവിടെ അറിയാം? എൻ്റെ പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ നിൽക്കുന്നു. അയ്യോ, ഞാൻ ഇനി റസ്റ്റേ. അജാജിയും കിച്ചും കൂടെ പോയി സോനയെ കൊണ്ട് കൊടുത്തു. എനിക്ക് കുട്ടുവാവയുടെ ഓർമ്മ താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സോനേനെയും നമ്മുടെ ABA ഓരോ വീടുകളിൽ നല്ല വീടുകളിൽ വളർത്താൻ ഏൽപ്പിക്കുകയാണ്. അവർ നല്ലപോലെ നോക്കും എന്നുറപ്പുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അവർക്ക് നോക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് വാങ്ങിക്കുന്നതായിരിക്കും, നമ്മൾ നോക്കുന്നതായിരിക്കും. തന്നവരോട് എന്ത് സമാധാനം പറയാനോ അങ്ങനെയൊന്നുമില്ല. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നമ്മളെ കൊണ്ട് ലൂക്കയുടെ കടി കൊണ്ട് എത്രയാണെന്നും വെച്ചാൽ എത്ര തവണ അവരെ ആശുപത്രി കൊണ്ടുപോയി ലൂക്ക കടിച്ചിട്ട്. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് പറങ്ങാണ്ട് ചുടുന്ന വീഡിയോ നമുക്ക് വേറെ എടുക്കാം. ഇത് തന്നെ ധാരാളം. ഒന്നാമത്തെ കാര്യം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. ഞാൻ 1-2 മിനിറ്റ് എഡിറ്റ് ചെയ്യും, ഞാൻ നിർത്തി വെക്കും. പിന്നെ എഡിറ്റിങ് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കണ്ട വീടിൻ്റെ പാർട്ട് 2 വീണ്ടും നമ്മൾ കാണുന്നു. എത്രയോ സിനിമകൾ സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ? അതുപോലെ അങ്ങ് കരുതിയാൽ മതി. പക്ഷെ കൊള്ളാട്ടെ, ഈ പച്ച മാറ്റിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അകത്ത് നല്ല സുഖം, നല്ല കുളിർമ. നമ്മുടെ ജാൻമണിയെ ഓ ദേ അപ്പോഴത്തേക്ക് കയറി കഴിഞ്ഞു. അയ്യോ കയറില്ലേ, അയ്യോ അമ്മിൻ്റെ മുത്തപ്പ കയറണ്ട കേട്ടോ. അവിടെ ഇന്ന് ക്ഷയിച്ചാൽ മതി. ആ ഉമ്മച്ചനെ കാണാനില്ലല്ലോ. ഇതാണ് നമ്മുടെ രാവിലെ എണീറ്റുള്ള കാഴ്ച. മഴ പെയ്തു,
അതുകൊണ്ട് കസേരയിലൊക്കെ ശകലം വെള്ളമുണ്ട്. ദേ നമ്മുടെ പച്ച വീട്. ഈ ലൈറ്റൊക്കെ പകല് കത്തൂല കേട്ടോ, സോളാറിൻ്റെ. രാത്രിയിൽ മാത്രമേ കത്തൂ. കണ്ടോ നമ്മുടെ പച്ച വീട് കണ്ടോ? പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കണ്ടോ നിറയെ റംബൂട്ടാൻ. ഇങ്ങനെ എന്നെ മധുരമുള്ള റംബൂട്ടാനാണെന്നറിയോ, നിറയെ കായ്ച്ചിട്ടുണ്ട്. വലയിടണമെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വലയിടാൻ സമ്മതിക്കത്തില്ല. മലയുള്ളതിന് കിളിയൊക്കെ വന്ന് തിന്നിട്ട് പോട്ടെ, കുഴപ്പമില്ല. ഇത് പിന്നെ ഞാവൽ.